മാക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് മണി. ഏതൊക്കെയാണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുമ്പോൾ പകരമായിട്ട് എന്താണ് കൊടുക്കുന്നത്? ക്യാഷ് ആണ് കൊടുക്കുന്നത്, അല്ലേ? മണിയാണ് കൊടുക്കുന്നത്. അതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മെഷർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ഓവറായിട്ട് പറയാം യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. അതായത് പല ഗുഡ്സും പല രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. മീറ്റേഴ്സ്, കിലോഗ്രാംസ്, ലിറ്റേഴ്സ്, ഇങ്ങനെയുള്ള പല മെഷർമെന്റ് ആണ് ഒരു കോമൺ മെഷറിൽ ഗുഡ്സിന്റെ വാല്യൂസ് കോമൺ മെഷറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നു മണിയിൽ. സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് എന്നാൽ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് ആണ്. ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് ഒക്കെ മണി പേയ്മെന്റ് കൊണ്ട് പോസിബിൾ ആണ്. സ്റ്റോർ ഓഫ് വാല്യൂ, നമ്മുടെ വെൽത്ത് ഒക്കെ എന്താണ് ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ലിക്വിഡിറ്റി ഉള്ള ഒരു അസറ്റ് ആണ് എന്ത്? മണി എന്ന് പറഞ്ഞാൽ. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് വാല്യൂസ് ട്രാൻസ്ഫർ ചെയ്യാൻ മണി എന്ന് പറയുന്ന ഫോമില് പോസിബിൾ ആണ്. ഫങ്ഷൻസ് ഓഫ് മണി 4 മാർക്കിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, സ്റ്റോർ ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. ഈ പോയിന്റുകൾ പഠിക്കണം. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 or 2 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക കൂടി വേണം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.